അങ്ങനെ തന്നെയാണോ? കറണ്ട് പോയി. ഇനി വല്ല ബെനിയിടാം. തമ്മിയുടെ കറണ്ട് ഇല്ലട്ടാ. ഒട്ടൂല്ലേ? ഇതേ കാർബൈഡ് തിരുന്നിരിക്കണ്ട. ആ സാധനം വാങ്ങിക്കണം. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ബോട്ട് കിട്ടാവോ? കുടി നിർത്തിയ പിന്നെ വല്ലാത്ത ഒറ്റപ്പെടലാണ്. 8 ദിവസമായില്ലേ കുടി നിർത്തിയിട്ട്? 8 ദിവസമായി. വലിയ കാര്യം. നീ പോയിട്ട് പെട്ടെന്ന് വാ. അതെ, പെങ്ങളുടെ കാര്യം മാത്രം പോണത് തമ്മിനാ. ദേ പോയിട്ട് പെട്ടെന്ന് വരാട്ടാ. ആ പണിയൊക്കെ വേഗം തീർത്തേക്ക്. പണിന്റെ പട്ടി തീർക്കും. തീർത്തല്ലേ പറ്റൂ. തപസ്സിരിക്കല്ലേ പിശാചി മോറൻ. ഉറങ്ങി. തമ്മിണി ഞാൻ ഇറങ്ങണ്ടാ. അതെ, കുടി നിർത്തിയ കേസൊക്കെ അമ്മയോട് പറയണ്ടാ. എടാ ജോസേ, സത്യം പറഞ്ഞാ കുടി നിർത്തുമ്പോ തന്നെയാടാ അതിന്റെ സുഖം. അതല്ലേ പറഞ്ഞേ. ഇപ്പൊ രാവിലെ പത്രക്കാരെ കാണാം, പാൽക്കാരെ കാണാം, നല്ല സുഖാ. അണുബിനെ ഡൈവേഴ്സ് ചെയ്തപ്പോ സുഖം മനസ്സിലായി. നന്നാം തീരുമാനിച്ചില്ല എന്റെ തമ്പി കൂടിയ. നീയേ വരുമ്പോ ആ നാട സാധനല്ലേ അത് ലേശം മാറ്റി. തമ്പിയാണ് ഇപ്പൊ പറഞ്ഞു കുടി നിർത്തി പറഞ്ഞിട്ട്. നിർത്തിയടാ, കുടി നിർത്തി. നിർത്തുമ്പോ അതിന്റെ ഒരു സുഖമുണ്ട്. പക്ഷെ ആ സുഖം ഇടയ്ക്കിടയ്ക്ക് കിട്ടണമെങ്കിൽ നമ്മളിത് വീണ്ടും തുടങ്ങണ്ടേ? അപ്പൊ നമ്മളിത് നിർത്തുന്നു, തുടങ്ങുന്നു, നിർത്തുന്നു, തുടങ്ങുന്നു, അങ്ങനെ പോവാ. തമ്പിനൊന്നും ഒരു കാലത്ത് നന്നാവില്ല. ഇങ്ങനെ കുടിച്ച പണി തീർന്നിട്ടും. പണി എന്തായാലും തീരും. തമ്പി പണി കഴിഞ്ഞ പണി കഴിയും. രാവിലെ തന്നെ മനുഷ്യനെ വിളിച്ചുണർത്തിയിട്ട് പണി കഴിഞ്ഞാ കിണി കഴിഞ്ഞെന്ന് ചോദിച്ചോണ്ടിരിക്കും പിശാചി. റേഞ്ച് നീ പറ. കൊറേ നേരം ഞാൻ വിളിക്കുന്നേ. എന്തെടുക്കായിരുന്നു? ഞാന് കുളിക്കായിരുന്നു. പറ. ഏയ് ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. കാര്യങ്ങളിപ്പോ എന്താ? ഇനിയിപ്പോ ഷോപ്പ് എന്തായാലും വെക്കേണ്ടി വരും. അതും കൂടി കൊടുത്താ പിന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മളെ ഷോപ്പും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവും. എന്താ ഈ പറയണ ഗിരിയേട്ടാ? ഞാൻ പറയുന്നത് കേക്ക് പ്ലീസ്. അല്ല നീ പറ. ഇപ്പൊ അതല്ല ഗിരിയേട്ടാ, ഞാൻ പറയണ കേക്ക്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, ഞാൻ നിന്നെ വിളിക്കാട്ടോ. അതല്ല ഗിരിയേട്ടാ, വെക്കല്. ഞാൻ കുറച്ചേരം കഴിഞ്ഞ് വിളിക്കാം. ഇതുവഴി വരുമ്പോ ആ മോളെ കൂടി ഇനിയേ. ശരി ശരി. സാറേ, കണ്ടിട്ടത്ര നാളായി. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഓ, ഇപ്പൊ ഫ്രീ അല്ലേ? അല്ല സാറേ, എനിക്കൊരു സംശയം. ഈ സാറേ എന്നുള്ള വിളിയുടെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഞാനതൊന്നും ഉദ്ദേശിച്ചില്ല കേട്ടോ. അല്ല, വാടക തന്നിട്ട് കുറെ കാലമായി. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഇടപാടുള്ള കാര്യം നിനക്കറിയാലോ. നീ ഈ താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥന് ഇപ്പോഴും 3 മാസത്തെ ഉണ്ട്. അപ്പൊ ബാക്കി 3 മാസത്തെയോ? എടോ, 6 മാസത്തെ മുടങ്ങിക്കിടക്കുക. അത് ഞാൻ തരാ. നീ തന്നെ തരണം. ഞാനിവിടെ നാടൊന്നും വിട്ട് പോകാൻ പോകുന്നില്ല സുഭാഷ്. നീ പൊക്കോ. നീ പോന്ന തന്നെയാടാ എനിക്ക് നല്ലത്. നീ പോയിട്ട് ഇവിടെ പുതിയ താമസക്കാർ വന്നാലേ ആ വാടകയെങ്കിലും എനിക്ക് കൃത്യമായിട്ട് കിട്ടും. ഇവൻ എവിടുന്ന് കിട്ടി? എനിക്ക് രവിചേട്ടാ, നിങ്ങൾ ചിരിച്ചാവും. മൊബൈൽ കമ്പനിയുടെ പുതിയ സേവനം. ഏതെങ്കിലും ഒരു ഉപഭോക്താവ് മരണമടഞ്ഞാൽ അയാളുടെ മൊബൈലിൽ നിന്നും ഗാലറിയിലെ പടങ്ങളും വീഡിയോസും വാട്സപ്പിലെ ചാറ്റും പോസ്റ്റും ഒക്കെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത് പരേതിന്റെ മാനം രക്ഷിക്കുന്നു. പിന്നെ മനസ്സിലായി. 15 രൂപ. പീഡനശ്രമം. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അയൽപക്കത്തെ പീഡിപ്പിച്ചു. നിനക്ക് വായിക്കണമെങ്കിലേ മനസ്സിൽ വായിച്ചാ മതി. അപ്പൊ പോയ പിള്ളേരെ 2 പഠിക്കണം. അവന്റെ ഒരു വാർത്ത വായന. എടാ ഉണ്ണി, പണിക്ക് പോയില്ലേ നീ? പിന്നെ ഡെയിലി പണിക്ക് പോകാൻ ഞാൻ ബംഗാളിയല്ലേ. അവര് കുടുംബം നോക്കും. പറ്റിലെഴുതിയോ? തന്നാ മതിയായിരുന്നു.
കാശിന് മുട്ടുള്ളപ്പോൾ നീ ശ്രീകാന്തിനെ വിളിക്കും. ശ്രീകാന്ത് ആണെങ്കിൽ കറക്റ്റായിട്ട് ഫോൺ എടുക്കും, കറക്റ്റായിട്ട് കാശ് കടം തരും, കൃത്യമായിട്ട് പലിശയും വാങ്ങും. തിരിച്ച് ഗിരിയെ വിളിച്ചാലോ? ഫോൺ എടുക്കാത്തത് പോട്ടെ, ഫോൺ എടുത്താൽ പറയുന്നതോ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം ഒന്നിച്ച്. ശ്രീകാന്ത് മൊത്തത്തിൽ ഭയങ്കര ടൈറ്റായി പോയി. മോനെ ഗിരി, നിന്റെ അളിയം വന്ന് പറഞ്ഞിട്ടാണ് നിനക്ക് 6 ലക്ഷം രൂപ കടം തന്നത്. ആദ്യമൊക്കെ നീ കൃത്യമായിട്ട് പലിശ തന്നു, പിന്നെ പിന്നെ നിന്റെ സ്വഭാവം മാറി. സ്വഭാവം മാറിയൊന്നുമല്ല, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. അതൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ല. നിനക്ക് ഒരു അവധിയും കൂടെ തരാം. ഈ ഒരാഴ്ചക്കുള്ളിൽ നീ ബാക്കിയുള്ള 4 മാസത്തെ പലിശയും കൂടെ തരണം. നിനക്കറിയാലോ, ഭൂലോക ചെറ്റയാണ് ശ്രീകാന്ത്. കൃഷ്ണ സങ്കടം ധർമ്മസങ്കടം. ഞാൻ പറയണത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എടാ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആരുടെ മുഖത്തേക്ക് ഞാൻ പറയും. അത് ഞാൻ ഇനിയും പറയും. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇതിന്റെ പേരിൽ നീ എന്നെ പുറത്താക്കാൻ പറ്റുമെങ്കിൽ നീ പുറത്താക്കണം. അത്ര ധൈര്യം ഉണ്ടെങ്കിൽ പൂളമാട്ടിയോട് ചോദിച്ചോക്കേ, എന്താണ് നിന്നെ? നീ ചോദിക്കടാ. നീ ഫോൺ വെച്ച് പോയോടുന്ന് എന്നെ നീ തുറച്ചു നോക്കണേ. ജോസേ, നിനക്ക് എന്തെങ്കിലും പ്രയാസമോ വിഷമോ ഉണ്ടെങ്കിൽ അത് നിനക്ക് ഏറ്റവും അടുപ്പുള്ള ആളോട് തുറന്നു പറയണം. അപ്പൊ അതൊക്കെ മാറും. പറയടാ. എനിക്കൊരു പ്രശ്നമില്ല തമ്മിയാണ്. പിന്നെ ഈ തെണ്ടികളെ കൂടി എന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കും. ജോസിനോട് ഒരു കളി ഉണ്ടായിക്കോ. ഞാൻ ഈ കള്ളുപിടിച്ചാവും. അത് ഉറപ്പുള്ള കേസാ. ഞാൻ വീട്ടിൽ വന്നിട്ട് 1 മണിക്കൂറായി. ഇങ്ങോട്ടേക്ക് ഞാൻ വീട്ടിൽ പോയി വന്നിട്ട് 1 മണിക്കൂറായി. ഇത്ര നേരം എന്റെ പെങ്ങളെ കാര്യം നമ്മടെ പെങ്ങളെന്ന് പറയടാ. ചോദിച്ചാ നമ്മളെ പെങ്ങളെ പറ്റി ചോദിച്ചാ? അത് വിട്ടുപോയടാ ചക്കര. ഒരു ചക്കരയും ചുക്കര്. എന്തായി നമ്മുടെ പെങ്ങളുടെ കാര്യം? എന്താ അവൻ കാണാൻ വന്ന ചക്കൻ അവൾക്ക് ഭംഗിയിലെ പൊക്കിലെന്ന് പറഞ്ഞുകൊണ്ട് പോയിക്കാ. ഞാൻ ഒന്ന് ചെയ്യണ തമ്മിണ. നീ ആ നമ്പറിട്ട് തന്നേ, ഞാൻ ആ ചെറ്റയെ വിളിച്ചിട്ടൊന്ന് പ്രതീക്ഷിക്കാം. ഓവറാക്കണ്ട, നിർത്തിക്കോ. ഞാൻ 9 ദിവസം നിർത്തിയില്ലടാ. എടാ, ഞാൻ 9 ദിവസം നിർത്തിയില്ലേന്ന്. ആ സമയത്ത് ഇവിടെ ഒരു മനസ്സമാരം ഉണ്ടായിരുന്നു. നിനക്കൊക്കെ ഞാൻ സമാധാനക്കട. മാട്ടി ഈ വാട്സാപ്പിന് ഗ്രൂപ്പ് എങ്ങനെ ഉണ്ടാക്കണടാ? അരളി ചോദിക്കാൻ അറിയാൻ പറ്റോ? രമണ, ഞാൻ നിന്റെ കാശ് വാങ്ങിയിട്ടുണ്ട്. ഇതുവരെ നിന്റെ പലിശ മുടക്കി മറുത്തിട്ടുണ്ടോ? ഇപ്പം മുടങ്ങിയില്ലേ ക്ലീറ്റസേ? അത് ഞാൻ സഹിക്കില്ല. മുടക്ക് പറ്റത്തില്ല. പലിശ തരണേന്റെ തലേ ദിവസം നിന്നെ ഞാൻ വിളിച്ച് ഓർമ്മിപ്പിക്കുന്നതേ പലിശ മുടങ്ങാണ്ടിരിക്കാനാ. പലിശ മുടക്കിയ ഞാൻ ഉടക്കും. എടാ, ഞാൻ ഈ നാട് വിട്ടൊന്നും പോണില്ല. നീ 2 ദിവസം സമയം എന്താ? കാശാണ്. നീ എന്താടാ ഭീഷണിപ്പെടുത്താണോ? ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് നീ എനിക്ക് കാശ് തരണം. ഇല്ലെങ്കിലേ നിന്റെ വർക്ക്ഷോപ്പിലോട്ട് ഞാൻ ഒരു വരവ് വരും, ഒരു ചാരുകസരായിട്ട്. അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങിരിക്കും കേട്ടാ. നിന്റെ കാല് ഞാൻ തല്ലി പിടിക്കും. നിനക്കെന്റെ സ്വഭാവം മനസ്സിലായിട്ടില്ല. നീ മറ്റേ പുറകെ പിള്ളേരുടെ വർത്താനം എൻ്റെ അടുത്ത് എടുക്കല്ലേ? ക്ലീറ്റസേ, ഹലോ. തനിക്കുളം കാണാം. അല്ലേട്ടാ, പമ്പറിന്റെ സൈഡിൽ ഇത്ര സ്ക്രൂ 5 എണ്ണം. ഇത്ര സ്ക്രൂ അല്ലേട്ടാ, ഇത്ര സ്ക്രൂ അല്ലേട്ടാ? പമ്പറിന്റെ സൈഡിലുള്ളത് നാളെ കൊടുത്തട്ടാ. ചെറിയ സ്ക്രൂവിന്റെ കേസുകൾ എനിക്ക് മനസ്സിലാവണമെന്ന്. പൊട്ടനാണോ? നേരത്തെ തുടങ്ങിയ ഈ കാശേ രാവിലെ രമണയുടെ അവിടെ കൊണ്ട് കൊടുത്തേക്കോ. പലിശ നീ ഈ പലിശ പരിപാടിയൊക്കെ നിർത്തിയൊക്കെ ക്ലീറ്റസേ. എൻ്റെ ഒരു അമ്പൂരുണ്ടായില്ല. ആര്? എൻ്റെ ഒരു അമ്പൂരുണ്ടായില്ല. രാജുവാ, എടാ ക്ലീറ്റസേടാ. ഞാൻ കുറച്ച് തിരക്കിലാണ്. കുറച്ച് കഴിഞ്ഞ് തന്നെ വിളിക്കാം. കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ, ശരി. ശരിടാ. എന്തായി വിസ? ശരിയാവും. അവൻ തിരക്കില്ല. ദുബായ് എങ്ങനെയും ശരിയായാൽ മതിയായിരുന്നു. എന്താ ചെയ്യുക? കടത്തിന് എങ്ങനെയെങ്കിലും മനുഷ്യനൊന്ന് രക്ഷപ്പെട്ടാൽ മതി. നീ ഒരു നല്ല നഴ്സിനെ കെട്ടി നേരെ ജർമ്മനിക്ക് വിട്ടോ. അതാ നല്ലത്. സൂപ്പർ ഒരു പെണ്ണുണ്ടോ, സെല്ലാമ.
നേഴ്സാ. എവിടെ? മഞ്ഞപ്പുറ. മഞ്ഞപ്പുറയിൽ ആരടാ? മഞ്ഞപ്പുറയിൽ എല്ലാ പെണ്ണുങ്ങളും തമ്മിൽ അറിയാം. ഈ കോപ്പ് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ സൂപ്പർ പെണ്ണ, അടിപൊളി പെണ്ണ, ക്ലീറ്റീസ് അപ്പായിരിക്കുള്ളൂ, സൂപ്പർ ചേർച്ചരിക്കുള്ളൂ, നല്ല സ്വഭാവ. നീ തന്നെ കെട്ടിക്കോ. എൻ്റെ അപ്പോ അമ്മായിയുടെ മോളാ. ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കി കൊടുക്കട്ടെ. ഇതെങ്ങനെയുണ്ട് ചേച്ചി? ഇത് വേണ്ട, വേറെ നോക്കട്ടെ മോളെ. ഇത്തിരി കൂടി കോസ്റ്റ്ലി ആയതൊന്നുമില്ലേ മോളെ? ഇവളെ കെട്ടാൻ പോകുന്ന ചെക്കന് ഗിഫ്റ്റായിട്ട് കൊടുക്കാനുള്ളതാ. ഇത് ലൈറ്റ് കളറാ, വേറെ ഉണ്ടോ? ഇതോ? ഇത് കുറച്ച് കാഷ്വൽ ആയിപ്പോയി ചേച്ചി. ഇത് വേണ്ട. ഇതൊന്ന് നോക്കിയേ ചേച്ചി. ഇപ്പൊ സെലക്ഷനൊക്കെ കുറവാണല്ലോ മോനെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവിടെ കയറേണ്ട, ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ടാവില്ല. ഒന്ന് പതുക്കെ പറയടി. സെലക്ഷൻ ഇല്ലാത്ത കാരണം ആൾക്കാരൊക്കെ പോവാണ്. ഞാൻ എന്ത് ചെയ്യാനും. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ഗിരി? മൊത്തത്തിൽ കുഴപ്പമാണ് കേട്ടോ. ഇപ്പൊ തന്നെ ഒരു 3-4 പേര് ഇറങ്ങിപ്പോയി ഒന്നും വാങ്ങാതെ. കണ്ടില്ലേ വാട്സപ്പ് നോക്കിയിരിക്കുന്നത്? അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഐറ്റം കുറവാണല്ലോ. അതാ പ്രശ്നം. ഞാൻ പോലത്തൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്. ആൾക്കാർ പറയണമെങ്കിലേ ഐറ്റം ഇട്ട് നിറയ്ക്കണം. എടോ, നല്ല ഐറ്റംസ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് കാശൊരു പ്രശ്നമല്ല. എനിക്ക് പ്രശ്നമാണ്. നന്ദേട്ടന് ഇറാനുള്ള പൈസ കൂടി പെട്ടി വീണിട്ടില്ല. അല്ല, ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും ഗിരി? ഞാനിതൊക്കെ കൊടുത്താലോ എന്ന് ആലോചിക്കുക. ഇപ്പോഴാകുമ്പോൾ നമുക്കിത് ആർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യാം. കുറച്ച് കഴിഞ്ഞാൽ വല്ല തമിഴന്മാർ വന്ന് ലോട്ടിന് വയ്ക്കാം. നീ മുടിയൊക്കെ വെട്ടി വേറെ വല്ല പണിക്കും വെക്കോ, സാറ് കട കൂട്ടാൻ പോവാ. മുടി ഞാൻ വിട്ടൂല, ഈ നാട്ടിൽ വേറെയും കടയുണ്ടല്ലോ. രാജുവ പറടാ, കേക്കാം. ആടാ ക്ലീറ്റസേ, നീ വിളിച്ചപ്പോ ഞാൻ കുറച്ച് തിരക്കിലായി പോയി. ഓ, അതൊന്നും കുഴപ്പമില്ലടാ. നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ? എവിടെന്ന്? അതാ നിന്നെ ഞാൻ വിളിച്ചേ. എന്റെ വിസയുടെ കാര്യം എന്തായി? ആടാ, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എടാ, നീ നിന്റെ പരമാവധി ശ്രമിക്കണോടാ. എനിക്ക് വേറെ വഴിയില്ല ചേട്ടാ. ചേട്ടാ ഓയ്, ചേട്ടാ ഓയ്. രമണ, ഒരാൾ ഫോൺ കട്ട് ചെയ്ത കാര്യം നിനക്ക് മനസ്സിലാവൂലേ? ചെക്കൻ വന്ന് കുറച്ച് കാശ് തന്നിട്ട് പോയി. അത് പോരല്ലോടാ. നിനക്ക് സമയം എന്തായെന്നറിയോ? 12:30 AM. കാശ് കിട്ടുന്ന കാര്യത്തില് രമണിന് രാത്രിയും പകലൊന്നും ഇല്ല. എനിക്ക് രാത്രിയുണ്ട് പകലുണ്ട്. നീ എന്നെ കാശ് വെച്ചിട്ട് സംസാരിടാ. നിന്റെ കാശ് ഞാൻ തരും. നീ കുള്ളം കുടിച്ചോണ്ട് രാത്രിക്ക് എന്നെ വിളിക്കാൻ നിൽക്കരുത്. വിളിച്ചാൽ നീ എന്ത് ചെയ്യും? വെച്ചിട്ട് പോടാ. എന്താ പ്രശ്നം? എന്തു പറ്റി? ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. സാറിന് എങ്ങനെയുണ്ട്? എന്തു ചെയ്യുന്നു? എനിക്കൊരു വർക്ക്ഷോപ്പാ, സ്വന്തമായിട്ടൊന്നുമല്ല. നിങ്ങളുടെ പേര്? ക്ലീറ്റസ്. എൻ്റെ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല സാർ. ചെറിയൊരു പാച്ച് വർക്ക് ഉണ്ട്, അത് നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ശരിയാക്കാം. എന്നാ പിന്നെ ക്ലീറ്റസ് പോയിക്കോളൂ. ഞാൻ പോയാൽ സാർ ഒറ്റയ്ക്കാവൂലേ? സാറിൻ്റെ ആരെങ്കിലും വിളിച്ച് പറയണോ? സാർ എന്താ ചെയ്യണേ? ഞാൻ ശ്രീകുമാർ. ദുബായിലായിരുന്നു ഒരു 10-20 വർഷം. ഇപ്പം നാട്ടില. നിന്റെ കാശ് തരാൻ എനിക്ക് സൗകര്യമില്ല. നീ പറ്റുമെങ്കിൽ വാങ്ങിച്ചോ. മനസ്സിലായോ? പ്രശ്നങ്ങളാണല്ലേ? ഓ, പ്രശ്നങ്ങൾ അങ്ങനെ. Yes. No. Yes. No.
Yes. No. Now take a deep breath. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ പറയുന്ന രണ്ട് വാക്കുകളാണ് യെസ് ആൻഡ് നോ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തിന് യെസ് പറയുന്നു, ആരോട് യെസ് പറയുന്നു, എന്തിനു വേണ്ടി യെസ് പറയുന്നു, വെൻ എപ്പോൾ പറയുന്നു, വൈ, വേർ, ടു ഹൂം. Take a deep breath. You may please note, സിൻസിയറായി യെസ് പറയാനും ഡിപ്ലോമാറ്റിക്കായി നോ എന്ന് പറയാനും നിങ്ങൾക്ക് കഴിയണം. അതായിരിക്കണം നിങ്ങളുടെ ജീവിത വിജയത്തിന്റെ രഹസ്യം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നൗ ടെൽ മീ. ഇനി ഈ ക്ലാസ്സിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നിറഞ്ഞു തുളുമ്പണം. ചേട്ടൻ ബാഹുബലി സിനിമ ആരോ വിളിക്കുന്നത്. ഒരു മിനിറ്റ്, എന്റെ ദേവസ്ഥാനം വിളിക്കുന്നത്. ഒന്ന് അപ്പുറത്തേക്ക് ഇരിക്കാം. വലിയ ഉപകാരം. ആ ഷാജിയുടെ അവിടെ നിന്ന് പെയിന്റ് വാങ്ങിച്ചാൽ മതി. ഇവിടെ ഇരുന്നോട്ടെ. എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി. ആ ശരി. യെസ് സ്വർണ്ണ എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. ചിലപ്പോൾ കാര്യം ഉണ്ടാവും. കാശ് കൊടുക്കാനുള്ള ഒരു രൂപ പറയാൻ പറ്റുമോ? എനിക്ക് കുഴപ്പമില്ലാണ്ട് തോന്നി. അതല്ലേ. എന്ത് ചെയ്യുന്നു? എനിക്കൊരു തുണിക്കട ഉണ്ടായിരുന്നു, അതിപ്പോ പൂട്ടി. നിങ്ങൾ എന്ത് ചെയ്യുന്നു? എനിക്ക് വർക്ക്ഷോപ്പാ, പൂട്ടിയിട്ടില്ല. ഗൾഫിൽ പോകാൻ നോക്കുന്നുണ്ട്. എവിടെ താമസിക്കുന്നു? ഞാൻ മുളകാട് പാലമില്ലേ, അതിനടുത്താ. ഞാനിവിടെ പമ്പ് ജംഗ്ഷനിൽ തന്നെയാ. ആ പെട്രോൾ പമ്പില്ലേ, അതിന്റെ അടുത്ത്. പേര് ഗിരി പൈ. നിങ്ങളോ? ഞാൻ ക്ലീറ്റസ്. ക്ലീറ്റസ്. വേറെന്തെങ്കിലും വേണം? വേറെ ഒന്നും വേണ്ട. ബില്ലൊന്നിച്ചാണല്ലേ? അല്ല, ഒരുമിച്ച് എടുത്തു. കുഴപ്പമില്ല. ഹലോ ഗിരിയേട്ടാ. എന്താ വിളിച്ചത്? ഗിരിയേട്ടൻ. ഹൗ ചിരിച്ചല്ലോ. ഞാനിപ്പോ പുറത്താണ്. ഞാൻ വീട്ടിലെത്തിട്ട് തിരികെ വിളിക്കാം. വിളിക്കൂലേ? ഓ, തെണ്ടി അടുത്തുണ്ട്. വീഡിയോ കോൾ പിന്നെ വരാം. എന്റെ ശ്രീകാന്തെ, അവനെ നോക്കി എന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് മാസാമാസം തരാനുള്ള വാടക പോലും തരാത്തവനാ. പിന്നെ അതിന്റെ കാശ്. ശ്രീകാന്ത് കാശ് കടം കൊടുത്തിട്ടുണ്ടെങ്കിലേ അത് തിരിച്ചു മേടിക്കാൻ അറിയാം. നല്ല വകുപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ഒന്നുമില്ല. സൗണ്ട്ലെസ് വണ്ടി, പാതിരാത്രിക്കുള്ള മിസ്ഡ് കോളും, അണ്ണന്റെ ടൈം. ഒന്ന് പോതറിയാന്ന്. ഞാനിതൊന്ന് നടക്കട്ടെ. ഹലോ, മൂപ്പര് ഉറങ്ങിയോ? ആണാ? പുരുഷ യുദ്ധത്തിന് പോയാ? ഒരു മണിക്കൂർ നിനക്ക് വേണ്ടി ഞാനിവിടെ പോസ്റ്റ് ആയിട്ട്. ശ്രീകാന്ത്, മൊബൈലിൽ വിളിച്ചാൽ സ്വിച്ച് ഓഫ്. കാശ് അവിടെ. എനിക്ക് ചിട്ടി വിളിച്ചൊരു 30,000 രൂപ നാളെ കിട്ടും. ഞാൻ നാളെ തന്നെ കൊണ്ടുവന്ന് തരാം. അതുകൊണ്ട് എന്താവാനാണ്? എടാ, പലിശ മാത്രം 50,000 രൂപയാ. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടോന്ന്. ഗിരി, നീ വെറുതെ എന്നോട് ഉടായ്പ കാണിക്കില്ല കേട്ടോ, പറഞ്ഞേക്കാം. എനിക്കെന്റെ കാശ് വേണം. അത് വാങ്ങിക്കാനും എനിക്കറിയാം. ഇപ്പൊ പോയ ശ്രീകാന്തില്ലേ, കൂതറയ്ക്ക് കഞ്ഞി വെച്ചവനാ. അവൻ എൻ്റെ വീടിന്റെ മുമ്പിൽ വന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയ അതെനിക്ക് ബുദ്ധിമുട്ടാവും. സൈലൻസാ എനിക്കിഷ്ടം. ആയിക്കോട്ടെ. അഹങ്കാരത്തിനൊരു കുറവില്ല. എന്റെ വാടകയുടെ കാര്യം എന്താടാ? അടുത്ത ആഴ്ച തരാടോ. തരില്ല നീ.
നിന്റെ കടയുള്ളപ്പോൾ നീ തന്നിട്ടില്ല, പിന്നെ കടയും പൊട്ടി കുത്തോളം എടുത്തിരിക്കുന്ന നീ എങ്ങനെ തരും? പറടാ, എന്താണെന്നും മിണ്ടാത്തെ? തനിക്ക് സൈലൻസ് അല്ലേ ഇഷ്ടം? നീ അധികാരമേ കയറ്റം കയറൂല. ആ എന്താടി? ആ നീ കഴിച്ചിട്ട് കിടന്നു, ഞാൻ വന്നോളാം. ഓക്കെ. ആ ഹലോ, അതെ, കിടക്കല്ലേ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വരുവോ? വന്നോളാം.